വന്ന പൂക്കണിയായി പീലിക്കാവുകളിൽ താലപ്പൂപ്പൊലിയായി മീടപ്പൊന്നണിയും. നല്ല പാട്ടൊക്കെ ഉണ്ടല്ലോ. വിഷു ആയിട്ടാണോ? അപ്പൊ എല്ലാവർക്കും വിഷു ആശംസകൾ. നമ്മുടെ ഇപ്രാവശ്യത്തെ വിഷു വ്ലോഗ് നമ്മളത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്രാവശ്യത്തെ വിഷു നമ്മൾക്ക് ഭയങ്കര സ്പെഷ്യലാണ്. നമുക്ക് ഒരു ഉണ്ണി കൂടി ഉണ്ടായിട്ട്, ഒരു ഉണ്ണിക്കണ്ണൻ ഉണ്ടായിട്ട് വരുന്ന ആദ്യത്തെ വിഷു ആണ്. അപ്പൊ നമ്മുടെ നേതു ബേബിയുടെ ഫസ്റ്റ് വിഷു ആണ്. അപ്പൊ നമുക്ക് സ്പെഷ്യലാണ്. അപ്പൊ നമ്മുടെ വിഷു സദ്യക്കുള്ള വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്യാൻ പോവാണ് ഞാൻ. നമ്മൾ നാളെയാണ് വിഷു ആഘോഷിക്കുന്നത്. ഇന്ന് സൺഡേ. അപ്പോൾ നാട്ടിലെ പോലെ തന്നെ നാളെയാണ് നമ്മളും വിഷു ആഘോഷിക്കുന്നത്. ഇവിടെ ഈ മൺഡേ വർക്കിംഗ് ഡേ ആയ കാരണം ഓൾമോസ്റ്റ് ആൾക്കാരും ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് അടക്കം ഇന്നാണ് വിഷു ആഘോഷിക്കുന്നത്, സൺഡേ. പക്ഷെ നമ്മൾക്ക് നാളെ ബിജോയായിട്ട് ഇപ്പൊ പാരന്റൽ ലീവിലായ കാരണം ഓഫീസിൽ പോകണ്ട. നൈനൂന് നെക്സ്റ്റ് വീക്ക് ഈസ്റ്റർ അല്ലേ, അപ്പൊ അവൾക്ക് ഈസ്റ്ററിന്റെ വെക്കേഷൻ ഉണ്ട് 1 വീക്ക്. അപ്പൊ ഞാനൊന്നും സ്കൂളിൽ പോകണ്ട. ഞങ്ങളെല്ലാവരും ഇവിടെ ഈ വിഷുവിന്റെ അന്ന് ഉണ്ട്. ആർക്കും ഓഫീസിലും സ്കൂളിലൊന്നും പോകണ്ട. അപ്പൊ നമ്മൾ വിചാരിച്ചു ഈ മൺഡേ തന്നെ വിഷു ആഘോഷിക്കാന്ന്. അത് കാരണം നമുക്ക് ആരും ഗസ്റ്റും ഇല്ല, നമ്മൾ തന്നെയുള്ളൂ നമ്മുടെ വിഷു സെലിബ്രേഷന്. കുറച്ചുകൊണ്ടിട്ടാ നേതുക്കുട്ടിന് ചെറിയൊരു ഫോട്ടോ സെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവന് തീരെ കോപ്പറേഷൻ ഉണ്ടായിരുന്നില്ല. ഞാൻ അവൻ്റെ തലയിൽ മയിൽപ്പീലിയും കയ്യിൽ ഓടക്കൊണ്ടൊന്നും കൊടുത്തിട്ട് ഒരു കോപ്പറേഷനും ഇല്ലായിരുന്നു. മയിൽപ്പീലി കൊടുത്തപ്പോൾ തന്നെ തട്ടിക്കളഞ്ഞു. ഇത് അവിടെ ഞാൻ വെച്ചിരിക്കുകയാണ്. ഓടക്കൊള്ളുകൊണ്ട് അവൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അത് കാരണം ഞങ്ങൾ പെട്ടെന്ന് തന്നെ ആ പരിപാടി സ്റ്റോപ്പ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ഇതേ വിഷുക്കണി ഒരുക്കാൻ പോവാണ്. ഓൾറെഡി 11 o'clock ആയി. ഇത്തിരി ലേറ്റായി പോയി വിഷുക്കണി ഒരുക്കാൻ. നൈനും നേതു കുട്ടനും ഒക്കെ കിടന്നുറങ്ങി. അപ്പോൾ അവരൊക്കെ ഉറങ്ങിക്കഴിഞ്ഞിട്ടാണ് ഞാനും ബിജോയേട്ടനും കൂടി സമാധാനമായിട്ടാണ് വിഷുക്കണി സെറ്റ് ചെയ്യണത്. വിഷുക്കണിയൊക്കെ ഇങ്ങനെ ഒരുക്കുമ്പോൾ അപ്പം എനിക്ക് നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യും. എൻ്റെ ചെറുപ്പകാലത്തെ വിഷുവൊക്കെ. എൻ്റെ കുഞ്ഞിലേ തൊട്ട് എൻ്റെ വീട്ടിൽ വിഷുക്കണിയൊക്കെ വെക്കാറുണ്ട്. പിന്നെ ഞങ്ങൾ കാലത്തായിരുന്നു എഴുന്നേറ്റ് അമ്പലത്തിൽ പോകുമ്പോൾ അവിടെ വിഷുക്കണി ഉണ്ടാവും. അപ്പോൾ അവിടുത്തെ തിരുമേനി നമ്മൾക്ക് ഒരു കോയിൻ വെച്ചിട്ട് വിഷുക്കൈനീട്ടം തരാറുണ്ട്. പിന്നെ ഈ നാട്ടിലെ തന്നെ ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ വിഷുവിൻ്റെ അന്ന് പുലർച്ചെ വിഷുക്കണി കൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് വരും. ഇവർ മണിയടിച്ച് നമ്മളെ എഴുന്നേൽപ്പിക്കും. അപ്പം നമ്മൾ വീട്ടിൽ ലേറ്റ് ഇട്ട് കഴിയുമ്പോൾ ഇവർ ഈ വിഷുക്കണി ഡോറിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അവർ മാറി നിൽക്കും. എന്നിട്ട് നമ്മൾ വന്ന് വിഷുക്കണി കണ്ട് തൊഴുത് ദക്ഷിണയ്ക്ക് ഇട്ട് കൊടുത്ത് വാതിലടയ്ക്കുമ്പോൾ അവർ വീണ്ടും വന്ന് വിഷുക്കണി എടുത്ത് അടുത്ത വീട്ടിലേക്ക് പോകും. അതൊക്കെ ഞാനിങ്ങനെ ഇരുന്ന് ബിജോയേട്ടനോട് പറയായിരുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ടെന്ന്. വിൻഡോ കൂടെ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ തോന്നും നേരം പരപരാ വെളുത്തുന്ന്. 6 o'clock ആയിട്ടുള്ളൂ. ഇപ്പോൾ ഇവിടെ വിൻ്ററൊക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ ഇനിയുള്ള സമയത്തൊക്കെ ഇവിടെ ഡേ ലൈറ്റ് കൂടുതലാണ്. പിന്നെ ഞാൻ വിഷുക്കട്ട ഉണ്ടാക്കാൻ പോയി. ഞാൻ കുക്കറിലാണ് വിഷുക്കട്ട ഉണ്ടാക്കുന്നത്. പച്ചരി വെച്ചിട്ട് പച്ചരിയിൽ നാളികേരപ്പാലും വെള്ളവും ചേർത്ത് പിന്നെ കുറച്ച് ക്രഷ്ഡ് ജീരകവും ചേർത്തിട്ടാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. എൻ്റെയൊക്കെ വിചാരം ഈ എല്ലാവിടെയും വിഷുവിന് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഈ വിഷുക്കട്ട എന്നാണ്. കുറച്ചാൾ മുന്നാണ് നമുക്ക് മനസ്സിലായത് ഇത് എല്ലാവിടെയും ഉണ്ടാക്കുന്ന ഒരു ഐറ്റം അല്ല, നമ്മൾ തൃശ്ശൂരാണ് ഇത് കൂടുതൽ ഉണ്ടാക്കണതെന്ന്. എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ വീട്ടിലൊക്കെ വിഷുക്കട്ട കാലത്ത് തന്നെ ഉണ്ടാക്കുമായിരുന്നു. ഇപ്പോഴും ഉണ്ടാക്കുന്നുണ്ട്. വിഷുവിൻ്റെ അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വിഷുക്കട്ടയാണ്. വിഷുക്കട്ടയും ശർക്കര പാനിയും. ഇപ്പം ഞാനിവിടെ കുക്കറിലാണ് വിഷുക്കട്ട വെക്കണത്. അത് കാരണം ഈസിയാണ്. പക്ഷെ വീട്ടിൽ നമ്മൾ അടുപ്പിൽ ഉരുളിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കുറേ നേരം അതൊരു പണി തന്നെയായിരുന്നു അന്നത്തെ വിഷുക്കട്ട. പക്ഷെ ഇവിടെ ഞാൻ ഉണ്ടാക്കുന്ന വിഷുക്കട്ട ഈസിയാണ്. കുക്കറിൽ 2 വിസിലടിച്ചാൽ മതി, വിഷുക്കട്ട റെഡി. വിഷുക്കട്ടയ്ക്ക് ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഉണ്ട്. ഇപ്പം നമ്മുടെ അവിടെ നമ്മൾ വിഷുക്കട്ടയും ശർക്കരപ്പാനിയുമാണ് കഴിക്കാറ്. അതാണ് നമ്മുടെ ഫേവറേറ്റ്. ചില സ്ഥലങ്ങളിൽ നോണാണ് കഴിക്കുക. ഇപ്പോൾ ബിജോയേട്ടൻ്റെ വീട്ടിലൊക്കെ
മട്ടൻ കറിയും വിഷുക്കട്ടയാണ് കഴിക്കുക. ഇപ്പോൾ ചില സ്ഥലത്ത് മാങ്ങാക്കറിയും കഴിക്കും. വിഷുക്കട്ട കഴിച്ച് അതിൻ്റെ ക്ഷീണം മാറാനൊന്നും ടൈം ഉണ്ടായിരുന്നില്ല. നമ്മൾ നേരെ നമ്മുടെ സദ്യ പ്രിപ്പറേഷനിലേക്ക് കടന്നു. ഫസ്റ്റ് നമ്മളത് സാമ്പാറാണ് വെക്കാൻ പോണത്. ഇവിടെ ഉള്ള കഷ്ണങ്ങളൊക്കെ ഞാൻ അതിൽ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇത് കൂട്ടുകറിയാണ്. കൂട്ടുകറി ഞാൻ എല്ലാ പ്രാവശ്യം ഉണ്ടാക്കാറില്ല, പക്ഷേ ഇപ്രാവശ്യം കൂട്ടുകറി വേണമെന്ന് എനിക്കൊരു ആഗ്രഹമായിരുന്നു. ഇത് ബിജോയേട്ടൻ്റെ ഫേവറേറ്റ് നമ്മുടെ പൈനാപ്പിൾ പച്ചടി, അപ്പുറത്ത് ബീട്രൂട്ട് കിച്ചടി, അതൊക്കെ റെഡിയായി കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മുടെ അവിയൽ, അതും ഓൾമോസ്റ്റ് റെഡിയായി. ഞാനത് ഇളക്കിപ്പോൾ അതിൻ്റെ പരുവം മാറ്റുമെന്ന് തോന്നുന്നുണ്ട്. സദ്യ കഴിക്കണതിന് മുന്നേ നമ്മൾക്ക് ചെറിയൊരു ഫോട്ടോ സെക്ഷൻ ഉണ്ടായിരുന്നു. ഇനി സദ്യ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫോട്ടോയ്ക്കൊന്നും ആർക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, എല്ലാവരും പോയി കിടക്കും. അപ്പോൾ അതിന് മുന്നേ ഒരു ഫോട്ടോ സെക്ഷൻ. അപ്പം നമ്മൾ നമ്മുടെ സദ്യ കഴിക്കാൻ പോവാണ്. ഇഞ്ചമ്പുളിയും അച്ചാറും പപ്പടവും അടക്കം നമ്മൾക്ക് 10 തരം കറികളാണ് നമ്മുടെ സദ്യക്ക് ഉണ്ടായിരുന്നത്. ഇപ്രാവശ്യം കിട്ടിയ വലിയ ഇലകളായിരുന്നു. അത് കാരണം കുറേ സ്ഥലം, കറികൾ എന്തോരം വിളമ്പിയാലും പിന്നെയും സ്ഥലം കിടക്കുകയാണ്. അപ്പോൾ ദേ നമ്മൾ സദ്യ കഴിക്കാൻ പോണു. നമ്മുടെ ബേബി അവിടെ ഉറങ്ങി. അപ്പോൾ അവനെ അവിടെ റൂമിൽ കിടത്തിയിട്ട് ഞങ്ങൾ 3 പേരും കൂടി ഒരുമിച്ചിരുന്നാണ് ഫുഡ് കഴിക്കണത്. നമ്മുടെ ഫുഡൊക്കെ സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇനി ക്ലീൻ ചെയ്യാം എന്ന് വിചാരിച്ചു നോക്കിയപ്പോൾ അവിടെ ഏതോ ഒരു ബൗളി ഇരിക്കണ്. അവിടെ നിന്ന് ഒരു തേങ്ങല് നോക്കിയപ്പോൾ നമ്മുടെ കാബേജ് തോരൻ അവിടെ ഇരിക്കുന്നു. അതിനെടുക്കാൻ മറന്നുപോയി. സാധാരണ ഞാനിങ്ങനെ സദ്യയൊക്കെ നമ്മളെ വീട്ടിൽ വിളമ്പി കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കും നമ്മൾ കറികളില്ലേന്ന്. ഇത്ര കറികൾ നമ്മൾ വെച്ചു നമുക്ക് അറിയാലോ, ഇതൊക്കെ ഇല്ലേന്ന്. പക്ഷെ ഇന്ന് മറന്നുപോയി. അപ്പോൾ കാബേജ് തോരനും മറന്നുപോയി. സദ്യയൊക്കെ കഴിച്ച് നമ്മൾ വിശാലമായി കുറേ നേരം കിടന്നുറങ്ങി. പായസമൊക്കെ കുടിച്ചതിൻ്റെ ക്ഷീണം മാറണുള്ളൂ. ഈവനിങ് ആയപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടും ഫാമിലിയും വന്നിട്ടുണ്ടായിരുന്നു. അവർ നൈനോനും നേതുവിനും വിഷുക്കഞ്ഞീട്ടം കൊടുക്കാൻ വന്നതാണ്. അപ്പോൾ അവരുടെ അവിടെ വിഷുക്കട്ട ഇല്ലാത്ത കാരണം അവർ നമ്മുടെ തൃശ്ശൂർ വിഷുക്കട്ടയൊക്കെ ട്രൈ ചെയ്ത് നോക്കി, അടിപൊളിയായി എന്ന് പറഞ്ഞു.